Alroiga Choconuts and Dates. പഴുതടച്ച നീക്കത്തിലൂടെ എക്സൈസ് സംഘം പിടികൂടിയത് അരക്കോടിയോളം വില മതിക്കുന്ന സ്പിരിറ്റ് ശേഖരം. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾ നീണ്ട ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ താനും പുത്തൻതെരുവിൽ വെച്ച് സാഹസികമായി ലോറിയിൽ കടത്താൻ ശ്രമിച്ച സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. ലിറ്ററിന്റെ 300 കന്നാസുകളിലായി കടത്താൻ ശ്രമിച്ച സ്പിരിറ്റ് ശേഖരമാണ് ബുധനാഴ്ച വൈകിട്ട് താനൂർ പുത്തൻതെരുവിൽ വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത്. 3 തട്ടുകളിലാക്കിയാണ് കന്നാസുകൾ സൂക്ഷിച്ചിരുന്നത്. ഓരോ തട്ടിന് മുകളിലും പ്ലൈവുഡ് വെച്ചാണ് കന്നാസുകൾ അടുക്കി വെച്ചിരുന്നത്. ഏറ്റവും മുകളിൽ മൈദച്ചാക്കുകൾ വെച്ചാണ് മറച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് എക്സൈസ് സംഘം ലോറിക്ക് പിന്നാലെയായിരുന്നു. ബുധനാഴ്ച ലോറി ജില്ലാതലത്തിലേക്ക് കടന്നത് മുതൽ പിന്തുടർന്ന് താനൂർ പുത്തൻതെരുവിൽ വെച്ച് അതിസാഹസികമായാണ് സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. ജയരാജല്ലേ ഇന്നു മുതൽ 12-ാം തീയതി വരെ നമ്മളൊരു സ്പെഷ്യൽ ഡ്രൈവ് പീരീഡാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എക്സൈസിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവാണ്. ലഹരിക്കെതിരെയുള്ള ശക്തമായ തീവ്രമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നല്ലൊരു സീഷറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഗോവയിൽ നിന്നും തൃശ്ശൂരേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഈ ലോഡിനോടൊപ്പം 2 പേരെ നമ്മൾ തൃശ്ശൂർക്കാരെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്, ഡ്രൈവറും ക്ലീനറുമായിട്ടുള്ള. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് ഇത്രയുമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോറിയിൽ ഉണ്ടായിരുന്നവർ കരിയർമാരാണോ അതോ ഇവർക്ക് വേണ്ടി തന്നെയാണ് നടത്തുന്നത്? ലോറിയിൽ ഉണ്ടായിരുന്ന അവർ ഡ്രൈവറും ക്ലീനറും മാത്രമായിരിക്കും. അത് കൂടുതൽ കാര്യങ്ങൾ കിട്ടിയില്ല, നമ്മളിപ്പം ജസ്റ്റ് പിടിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് തുടർന്ന് അവരെ ചോദ്യം ചെയ്യുമ്പോഴേ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വാഹനത്തിലുണ്ടായിരുന്ന തൃശൂർ ചാവക്കാട് താലൂക്കിലെ ആനവിഴുങ്ങി സ്വദേശികളായ കോലാഴി വീട്ടിൽ സജീവ്, കൊടകര തട്ടാൻ വീട്ടിൽ മനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ വിഭാഗം തിരു സർക്കിൾ സംഘവും സംയുക്തമായാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ച് സ്പിരിറ്റുകൾ സംഭവസ്ഥലത്തു നിന്നും മാറ്റി പ്രതികളെയും തൊണ്ടിമുതലും കോടതിയിൽ ഹാജരാക്കും. സ്പിരിറ്റ് കടത്ത് പിടികൂടി തടഞ്ഞ് രാത്രിയിൽ വൻ ജനാവലിയാണ് പുത്തൻതെരുവിൽ തടിച്ചുകൂടിയത്. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയുമെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു.